45 ദിവസത്തെ പ്രദർശനത്തിലൂടെ പുലിമുരുകൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 70.3 കോടി രൂപയാണ്. അതിൽ ഷെയറിലൂടെ ലഭിച്ചത് 33 കോടിയിലധികം കളക്ഷനാണ്. കേരളത്തിന് പുറത്തു നിന്ന് മോശമല്ലാത്ത കളക്ഷനാണ് പുലിമുരുകൻ നേടിയിരിക്കുന്നത്. 45 ദിവസം കൊണ്ട് 10 കോടിയിലധികം കളക്ഷൻ പുലിമുരുകൻ നേടിയത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം പുലിമുരുകനാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രം 28 കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ. UAE, USA ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം 4 കോടി അവിടെയും ചിത്രം നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 1.5 കോടി രൂപയാണ് കളക്ഷൻ. മറ്റു മാർക്കറ്റിൽ നിന്ന് 75 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം കളക്ഷൻ 115 കോടിയിലധികം പുലിമുരുകൻ ഇതുവരെ നേടിയിട്ടുണ്ട്. അതിനൊപ്പം പ്രീ റിലീസ് ബിസിനസ്സിലൂടെ ലഭിച്ച 15 കോടി കൂടെ കൂട്ടുമ്പോൾ 130 കോടിയാണ് പുലിമുരുകന്റെ കളക്ഷൻ. കൂടാതെ പുലിമുരുകന്റെ തെലുങ്ക് പതിപ്പായ മന്യം പുലി ഉടനെ തന്നെ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതോടെ ചിത്രം 150 കോടിയിലെത്തുമെന്ന് ഉറപ്പാണ്. മനമാന്ത, ജനതാ ഗാരേജ് തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ തെലുങ്കിൽ ഹിറ്റായിരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.